ഓണമൊക്കെ വരുമല്ലേ, നമുക്കൊന്ന് അവിയലുണ്ടാക്കി നോക്കാം. അതിന് വേണ്ട വെജിറ്റബിൾസാണ് വഴുതനങ്ങ, ക്യാരറ്റ്, കുറച്ച് പയർ, ഒരു സവാള, 1-2 ഇട്ടാലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുറച്ച് ചേന ഭയങ്കര ടേസ്റ്റ് കേട്ടോ അവിയലിൻ്റെ കൂടെ. കിഴങ്ങ്, പിന്നെ കായ, പിന്നെ കാന്താരി മുളക്, കുറച്ച് കോവയ്ക്ക, പിന്നെ ഉപ്പ്, ജീരകം, മഞ്ഞൾപ്പൊടി, കുറച്ച് ഉള്ളിയും കാന്താരി മുളകും കൂടെ. ഇത് ലാസ്റ്റ് ഒന്ന് ചതച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, കടുക് പൊട്ടിക്കില്ല കേട്ടോ, ഇത് അവിയലിലേക്ക് ലാസ്റ്റ് ചേർക്കാനുള്ളതാണ് കേട്ടോ. പിന്നെ ഇത് നമുക്ക് അരയ്ക്കാനുള്ള കൂട്ട് കേട്ടോ. തേങ്ങ, ജീരകം, ഉള്ളി, വെളുത്തുള്ളി, കറിവേപ്പില, കാന്താരി മുളക്, ഇത്രയും നമ്മൾ മിക്സിയിലിട്ടൊന്ന് പതിയെ ഒതുക്കിയെടുക്കണം. ഇനി നമുക്കൊരു പാത്രം അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. ഇതെല്ലാം തന്നെ ഇവിടെ ഉണ്ടായതാണ് കേട്ടോ, കുറച്ച് മാത്രമേ വാങ്ങിയതുള്ളൂ. അതിലേക്ക് കുറച്ച് ഉപ്പ്, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് തൈര്, ഇച്ചിരി പുളിയുള്ള തൈര്, പിന്നെ കുറച്ച് വെളിച്ചെണ്ണ, ഇത്രയും ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണേ, എല്ലായിടത്തും ആ തൈരും ഒക്കെ ചെല്ലാനായിട്ട്. അപ്പോൾ ചെറിയൊരു പുളിയും കിട്ടിക്കോളും. പിന്നെ ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. കുറച്ച് വെള്ളം വെജിറ്റബിൾസിൽ നിന്ന് വരുമല്ലോ. പിന്നെ നമ്മുടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് അടച്ച് വെച്ച് ഒന്ന് വേവിക്കണം. ഇനി വെന്തോന്ന്, നമ്മുടെ ചേനയാണ് കേട്ടോ വെന്തോന്ന് നോക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ച് അരപ്പ് ഒന്ന് ചേർത്തിട്ട് ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ച് വെക്കണേ. അതിനുശേഷം ഒരു പിടുത്തം പരിപ്പ് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കുക്കറിൽ വേവിച്ച് വെച്ചതാണ് കേട്ടോ. അത് അങ്ങ് ഇട്ടിട്ട് ഇളക്കി കഴിയുമ്പോൾ ഉണ്ടല്ലോ, അതിനകത്ത് വെള്ളമൊക്കെ ശരിക്കും വറ്റി നല്ല ഡ്രൈ ആയിട്ട് തന്നെ അവിയൽ നല്ല പാകത്തിന് കിട്ടും കേട്ടോ. ഇനി നമ്മുടെ ഉള്ളിയും കാന്താരി മുളകും കൂടെ ചതച്ചതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ചേർത്തിട്ട് നമുക്ക് ഇളക്കി ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ തിളപ്പിക്കുകയോ ചൂടാക്കുകയോ ഒന്നും വേണ്ട, ഓക്കെ ആയിരിക്കും. ഈ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക്